തന്നെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. So ladies and gentlemen, let's give it up for Mr. Thomas Sebastian. ഇപ്പം അമ്മ എന്നുള്ള ഈ പേര് പലരും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് അമ്മ? മലയാള അക്ഷരമാലയിലെ ആദ്യത്തെ വരിയിലെ അവസാനത്തെ 2 അക്ഷരമാണ് അമ്മ. സത്യത്തിൽ അധികം ആരും ഉപയോഗിക്കാത്ത യൂസ് ചെയ്യാത്തൊരു വാക്കാണ് അമ്മും ആയും. നമ്മളൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന വാക്കുകളല്ല, എങ്കിലും അതാണ് നമ്മൾ എന്ന് ഉള്ള പേരിട്ടിരിക്കുന്നത്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നുള്ള പേരിട്ടിരിക്കുന്നത്. കൂടാതെ പേരിലെ പുതുമ കഥയിലും, അതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ, ഒരു ക്യാപ്ഷൻ തന്നെ അതാണ്. അതുകൊണ്ട് എന്തായാലും കഥയിലും അതിൻ്റേതായ പുതുമയുണ്ട്. ആ പുതുമ തീർച്ചയായിട്ടും സിനിമ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് തന്നെ അറിയുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം എത്ര സിനിമകളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം മലയാളികളുടെ സ്വന്തം, മലയാളികളുടെ അഭിമാനമായ സിബി സാറിനെയാണ് ഇനി അടുത്തതായിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സിനിമയുടെ പേര് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് തോന്നുന്നു. നേരത്തെ അതിനെപ്പറ്റി തോമസ് പറഞ്ഞതുപോലെ ഇത് നമ്മുടെ മലയാളികൾ ആദ്യമായിട്ട് ചൊല്ലിപ്പഠിച്ചതും എഴുതി പഠിച്ചതും ആയി തൊട്ട് അത് അവസാനിക്കുന്ന ആയിൽ എത്തി നിൽക്കുമ്പോൾ ഇത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞ അക്ഷരങ്ങളാണ്. എന്ന് ചേർത്ത് പറയുമ്പോഴത് അമ്മയായി മാറുന്നുണ്ട്. ഈ സിനിമ അമ്മയുടെ കഥയാണ്, കുഞ്ഞിൻ്റെ കഥയാണ്. നമ്മളെല്ലാവരും കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെ നമുക്ക് ഈ സിനിമ ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞു തരാൻ പോകുന്ന സിനിമയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ട് ചിരിച്ച് ആസ്വദിച്ച് അവിടെ ഉപേക്ഷിച്ച് പോകുന്ന സിനിമയുടെ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ നിങ്ങളുടെ കൂടെ തന്നെ, നിങ്ങളോടൊപ്പം തന്നെ കാലങ്ങളോളം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ തൊടുന്ന ഒരു സിനിമയായി ഇത് മാറും. അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ കഥയുടെ ഒരു ഔട്ട്ലൈൻ എനിക്കറിയാം. തീർച്ചയായിട്ടും അത് നിങ്ങളെ ഏറെക്കാലം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കൂടെ ആ സിനിമയും ഉണ്ടാവും, ആ കഥയുണ്ടാവും, ആ കഥാപാത്രങ്ങളുണ്ടാവും. ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് ഒരു തിരിച്ചുവരവിന്, നല്ല സിനിമയുടെ തിരിച്ചുവരവിന് ഈ സിനിമ ഒരു തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി. Thank you, sir. Requesting sir to please stay back and we will be doing the audio launch now. Three, two, one, and here we go. The official audio launch of the movie. Thank you so much. That was the official song, official audio launch of the Kavan movie, and that was the song Kavanda. Ini അടുത്തതായിട്ട് ഈ ഒരു വേദിയിൽ നമ്മളടുത്ത് സംസാരിക്കുകയാണ്. We have a very, very beautiful actress. So let me welcome the very talented and aspiring actor, Miss Shruti Jayan. Please. തോമസ് സാർ ആയാലും എല്ലാവരും, അനീഷേട്ടനായാലും നമ്മുടെ DOP അനീഷേട്ടൻ, ഗിരീഷേട്ടൻ, എല്ലാവരും വർക്ക് ചെയ്ത എല്ലാ ടീമിനോടും, കവിയേട്ടൻ, എല്ലാവരോടും ഒരു പ്രത്യേക ഒരു അടുപ്പം, ഒരു വോംത്തായിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഒരു വോം തന്നെയായിരിക്കും ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആൻഡ് ഗോപിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. 2-3 സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഗോപിച്ചേട്ടനെ കാണുന്നത്. ആൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷ തരുന്ന, മ്യൂസിക്കലി ആയാലും ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇതൊരു വലിയൊരു ഹിറ്റ് എന്നല്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു സിനിമയാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. And Shruti, നമുക്ക് ഒരു ചെറിയ റിക്വസ്റ്റും കൂടി ഉണ്ട്. Shruti will be playing the teaser here. അപ്പോൾ അതിന് നമുക്ക് the team will be handing over the remote to you. And please, അപ്പോൾ ഇനി ഈ ടീസർ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഇവിടെ നമ്മൾ ഫോറം മോളിൽ ഒത്തുകൂടിയിരിക്കുന്നു. We are again playing the teaser here of a movie. And over to the screen, please. Yes. Yes, that's all about the teaser of the movie. We are indeed waiting. അപ്പോൾ തീർച്ചയായിട്ടും 2025 തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും മലയാള സിനിമയിൽ നമുക്ക് മാറ്റി നിർത്താനാവാത്ത മലയാളി മനസ്സുകളിൽ കടന്നു കിടാൻ പറ്റട്ടെ ഈ ഒരു സിനിമയ്ക്ക് എന്നും കൂടി ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഞാനും ഈ പേര് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ
നമ്മൾ മലയാളം നമ്മൾ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ അക്ഷരം എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് പലരും മറന്നുപോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എവിടെ പോയാലും ആ എന്നുള്ള സൗണ്ടിങ് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതാരുടെയും കുഴപ്പമല്ല, കാരണം നമ്മൾ ചില കാര്യങ്ങൾ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഒരു അമ്മ എന്നുള്ള ഇതിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. എനിക്ക് ഈ സിനിമയിലെ ഗോപി ഞാനുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം കൽക്കട്ട ന്യൂസിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഒരു മുഖ്യ ധാരയിൽ ചേർന്ന് നിന്നതാണ് ഗോപി. അപ്പം ഗോപിയുടെ മനോഹരമായ പാട്ടുകൾ ഇന്നിവിടെ അനാവരണം ചെയ്യുന്നു എന്ന് പറയുന്നതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഇത് എനിക്കൊരു വേറൊരു ടീമിലല്ല, എൻ്റെ ഒരു ടീമിൽ തന്നെ നിന്ന് ഇതെല്ലാം അനുഭവിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഇതൊരു നമ്മൾ വിചാരിക്കും ഒരു ക്ലാസിക് സിനിമകൾക്ക് അല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമകൾക്ക് നമ്മുടെ ഈ തലമുറയിൽ സ്ഥാനമില്ലേ എന്ന് ഞാനും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം ആടുജീവിതമൊക്കെ വരുമ്പം ഇത്തരം ഒരു ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമ പുതിയ ജനറേഷൻ കാണുമോ. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള തെളിയിച്ചൊരു സിനിമയാണ് ആടുജീവിതം. എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ് ഈ സിനിമ എന്നുള്ളത് എൻ്റെ ഒരു ഔട്ട്ലൈനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യം കൂടെയാണ്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധങ്ങളെയൊക്കെ കുറച്ചും കൂടെ ചേർത്ത് വയ്ക്കുവാനായിട്ട് സിനിമയ്ക്ക് കഴിയും എന്നുള്ളത് ശക്തമായി നമ്മൾ തെളിയിക്കുന്നതാണ്, അല്ലേ? നമ്മളുടെ സിനിമ കാണുമ്പോൾ ചിരിക്കുന്നു, കരയുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ സിനിമയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അങ്ങനെ ചേർന്ന് ഒരിക്കലും തിയേറ്ററിൽ ഉപേക്ഷിക്കപ്പെടുന്നതായിരിക്കരുത് അതുകൊണ്ട് അതിന് എല്ലാവിധമായ ആശംസകളുമാണ്. പ്രത്യേകിച്ച് തോമസിൻ്റെയും ടീമിൻ്റെയും ഗോപിയുടെയും ഒക്കെ ഈ നല്ല സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു. ഈ ഒരു സിനിമയുടെ റൈറ്ററും കാപ്പി പ്രൊഡക്ഷൻസിന്റെ അമരക്കാരനുമായിട്ടുള്ള മിസ്റ്റർ കവി പ്രസാദിനെ ഒത്തിരി സ്നേഹത്തോടെ തന്നെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമസ്കാരം. ഞാൻ ഇൻട്രോ ആയിട്ട് പറയണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞുകൊണ്ട് ആ ഇൻട്രോ ചീറ്റിപ്പോയി. അതുകൊണ്ട് വേറെ ഒരു രീതിയിൽ തുടങ്ങാം. ഞാൻ ശരിക്കും ഈ വേദിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ റൈറ്റർ എന്നതിലുപരി, ഈ സിനിമ എഴുതിയ ഒരാൾ എന്നതിലുപരി, ഈ സിനിമ സാക്ഷാത്കരിച്ച, നിർമ്മിക്കുക എന്നുള്ള വാക്കിനേക്കാൾ ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കാരം എന്ന വാക്കാണ്. ഈ സിനിമ സാക്ഷാത്കരിച്ച കാപ്പി പ്രൊഡക്ഷൻസ് എന്ന കമ്പനി, അത് കമ്പനി എന്നതിലുപരി ഞാനൊരു കൂട്ടായ്മ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ കൂട്ടായ്മയുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ആണ് ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു മൈൽ സ്റ്റോൺ മൊമെൻ്റാണ്, ഹെവിലി ഇമോഷണൽ മൊമെൻ്റാണ്.